പറയുമ്പോൾ ഇതാ ഹനുമാനും സെന്റ് സെബാസ്റ്റ്യനും താണിയനും തമ്മിലുള്ള മത്സരം ഇങ്ങെത്തുകയാണ്. ഇത് എന്ത് പറ്റി? ഇവിടെ ഹനുമാൻ വരുന്നുണ്ട്, സെന്റ് സെബാസ്റ്റ്യൻ വരുന്നുണ്ട്, താണിയൻ വരുന്നുണ്ട്. അതെ, ഹനുമാൻ, സെന്റ് സെബാസ്റ്റ്യൻ, താണിയൻ അവർ തമ്മിലുള്ള മത്സരം ഇങ്ങ് പാലത്തോട് ചേർന്നു. എന്നാൽ അങ്ങകലെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങകലെ ദൂരെ ഒരു പൊട്ടുപോലെ സമീപ ദൃശ്യങ്ങളിലൂടെ നമുക്ക് സിനിമാക്കാരുടെ ഭാഷയിൽ ലോങ് വ്യൂ ഉണ്ട്, അത് ക്ലോസ് ഉണ്ട്. ഹലോ ഹലോ ദയവായി ഐക്യ വേണമെങ്കിൽ ചോദിച്ചോട് തരാം. അങ്ങനെ ഹനുമാനും സെന്റ് സെബാസ്റ്റ്യനും താണിയനും തമ്മിലുള്ള മത്സരത്തിൽ മൂന്നാം ട്രാക്കിലൂടെ താണിയൻ ഇടിമിന്നൽ പോലെ കടന്നു പോരുകയാണ് കാഴ്ചയിൽ. അതാ താണിയൻ എത്ര മനോഹരമായി സുന്ദരമായി ഹനുമാൻ നമ്പർ 1നെയും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1നെയും പിന്നിലാക്കിക്കൊണ്ടല്ല ഒപ്പമുണ്ട് അവരുടെ താണിയൻ. മൂന്നാം ട്രാക്കിലൂടെ അസ്ത്രം പോലെ അവർക്ക് ഇവിടെ ശത്രുക്കളില്ല, പരാജയമില്ല. ജയത്തിന്റെ പേരി മുഴക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആയിരങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങിക്കൊണ്ട് മിനിറ്റിൽ ഏതാണ്ട് 96 പ്രാവശ്യം സെക്കൻഡിൽ 1.6 പ്രാവശ്യത്തിലധികം തുടയിക്കൊണ്ട് അതാ അസ്ത്രം പോലെ കടന്നു പോകുകയാണ് താണിയൻ. 16 നമ്പർ വള്ളം തൊട്ട് രണ്ടാമത് 28 നമ്പർ വള്ളമുണ്ട്, അത് ഹനുമാൻ നമ്പർ 1 അവരും കടന്നു പോകുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 കടന്നുപോയി. താണിയൻ ഇവിടെ എതിരാളികളില്ല, അതേ രീതിയിൽ കടന്നു പോകുകയാണ്. രണ്ടാമത് സെന്റ് സെബാസ്റ്റ്യനും രണ്ടാമത് ഹനുമാൻ നമ്പർ 1, മൂന്നാമത് സെന്റ് സെബാസ്റ്റ്യനും കടന്നു പോകുകയാണ്. ഇരുട്ടുകുത്തി വള്ളങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ, ഇരുട്ടുകുത്തി വള്ളങ്ങൾക്ക് ചരിത്രമുണ്ട്. പണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോട് ഇഞ്ച് അവരമൊന്ന് ചരിച്ച് അണിയമൊന്ന് നേരെയാക്കി അവരക്കാരനൊന്ന് എഴുന്നേറ്റ് നിന്ന് ആകാശമുട്ട ജലഗണങ്ങളെ വിസ്മയപൂർവ്വം കുത്തിയെറിഞ്ഞ് മനോഹരമായ ശൈലിയൊക്കെ ഉണ്ടാക്കി സെന്റ് ആന്റണി ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുമ്പോൾ തിരുത്തിപ്പുറം 4 വിജയങ്ങൾ കൈവരിച്ചു. തുടക്കത്തിൽ തന്നെ 4 വിജയങ്ങൾ മരടില്, അങ്ങ് ചമ്പക്കരയില്, അങ്ങ് നെഹ്റു ട്രോഫിയില്, അങ്ങനെ 3ഓ 4ഓ വിജയങ്ങളൊക്കെ കൈവരിച്ച് സെന്റ് ആന്റണി, തിരുത്തിപ്പുറം, ശ്രീ ഗുരുവായൂരപ്പൻ, അങ്ങനെ 3 വള്ളങ്ങൾ ഇഞ്ചോട് ഇഞ്ചും പൊരുതിക്കൊണ്ട് ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അത്ര മനോഹരമായിട്ട് അമരക്കാരനൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു, അണിയക്കാരൻ എഴുന്നേറ്റ് നിൽക്കുന്നു, അങ്ങനെ കൊത്തിയെറിയുന്നു. നമ്മുടെ കുട്ടനാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാല് എന്റെ സെന്റ് ആന്റണി, എന്റെ തുരുത്തിപ്പുറമേ ഗുരുവായൂരപ്പ ഒന്ന് ചാടി കുത്തിയെറിഞ്ഞ് നിങ്ങളുടെ നൻപൊക്കെ കുത്തിയെറിഞ്ഞ് ഒന്ന് ആകാശം മുട്ട കോരിയെറിഞ്ഞുകൊണ്ട് ഒന്ന് കടന്നുവാ, ഒന്ന് കാണട്ടെ, നിങ്ങളുടെ ഭംഗി ഒന്ന് ഞങ്ങൾ ആസ്വദിക്കട്ടെ. എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്, എത്ര ആവേശമാണ്. അങ്ങനെ കുട്ടനാടൻ ശൈലിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ മധ്യമേഖലയിലെ ശൈലിയിലുള്ള വള്ളപ്പാട്ടുകളൊന്നും അല്ലട്ടോ. എന്നൊക്കെ പറഞ്ഞ് വലിച്ചു വരുമ്പോ ആമ്പിള്ളേര് അങ്ങനെ മത്സരത്തിന്റെ 1ാം സ്ഥാനം കൊണ്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവര് മത്സരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അവരങ്ങനെ കുതിച്ചു പാഞ്ഞ് ഒറ്റ കുതിരശക്തിയിൽ അങ്ങനെ കുതിച്ചു പാഞ്ഞ് സെന്റ് ആന്റണിയും തുരുത്തിപ്പുറവും ഗുരുവായൂരപ്പനും തുരുത്തിപ്പുറം ഇതിന്റെ വിജയം, ഇതിന്റെ തുടർക്കഥ വീണ്ടും വീണ്ടും ആരംഭിക്കുകയാണോ എന്ന് തോന്നും വിധം ഉജ്ജ്വലമായൊരു പ്രകടനം, മിന്നുന്നൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കാണികൾ, നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഒന്ന് കൈയടിക്ക്, ഒന്ന് പ്രോത്സാഹിപ്പിക്ക്, ഒന്ന് ആവേശം കൊടുക്ക്. എന്തൊരു മത്സരമാണ്, എന്തൊരു ആവേശമാണ്, എന്തൊരു വീറും വാശിയുമാണ്. ഉജ്ജ്വലമായ പ്രൗഢഗംഭീരമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് എതിരാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ആരട വീര പോരിന് പാടായ തുടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് എന്തൊരു ഉജ്ജ്വലമായ പ്രകടനമാണ് തിരുത്തിപ്പുറം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഈ സമയത്ത് സെന്റ് ആന്റണിയും അതുപോലെ തന്നെ ഗുരുവായൂരപ്പനും അങ്ങനെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. ആവേശകരമായ ഒരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്, ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ യുവാക്കൾക്ക് ഇച്ചിരി വെയില് കൊള്ളാൻ ഇപ്പോഴും മടിയാ. കാര്യം കൊടന്ന് വൃത്തിപ്പിടിച്ചിരിക്കുക. കാര്യം എന്താ? അവർക്ക് ആരോഗ്യമില്ല. നമ്മുടെ മക്കള് കുട്ടിക്കാലത്ത്, ഇപ്പൊ നമ്മളെങ്ങനെയാ മക്കളെ വളർത്തിയത്? ഇപ്പൊ കുട്ടിക്കാലത്തെ വിളിക്കണ പറ്റിയ കേട്ടിട്ടില്ലേ? നമ്മുടെ പരസ്യം കേട്ടില്ലേ?
വലി തുടങ്ങി മക്കളെ, അതൊക്കെ അറിയാം. എല്ലാം മത്സരങ്ങൾ ആരംഭിച്ച് പാർത്ഥസാരഥി ജിബി തട്ടകരൻ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 തമ്മിലുള്ള മത്സരം. ഇതിന്റെ പാർത്ഥസാരഥി ക്യാപ്റ്റൻ മുഹമ്മദ് റൌഫ് ആണ് ക്യാപ്റ്റൻ എങ്കിൽ ജിബി തട്ടകൻ ഹരിദാസ് ആണ് ക്യാപ്റ്റൻ. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ശ്രീധരൻ കെ ആണ് ഇതിന്റെ ക്യാപ്റ്റൻ. ഈ മത്സരം ഇനി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരാരൊക്കെ തമ്മിൽ പോർവിളി വിളിക്കൊണ്ട് 2ാം ട്രാക്കിലൂടെ ജിബി തട്ടകൻ അല്ല 3ാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യനും പാർത്ഥസാരഥിയും തമ്മിലുള്ള തീപാറുന്ന മത്സരത്തിന് ജിബി തട്ടകൻ ഇതാ ആ ചുമല ജേഴ്സിയെങ്കിൽ 1ാം ട്രാക്കിലൂടെ പാർത്ഥസാരഥി പച്ച ജേഴ്സിയെങ്കിൽ 2ാം ട്രാക്കിലൂടെ ജിബി തട്ടകൻ ഇതാ ചാട്ടുളി പോലെ കൊത്തിവെച്ച മരപ്പാവകളെ പോലെ സാലപഞ്ഞികളെ പോലെ കൈ മാത്രം ചലിക്കുന്ന യന്ത്രങ്ങൾ പിടിപ്പിച്ചവരെ പോലെ ഇതാ കടന്നു പോകുകയാണ്. കാണികൾ ഇങ്ങനെ ഈ വിസ്മയ കാഴ്ച കണ്ട് എല്ലാം മറഞ്ഞു നിൽക്കുകയാണ്. മത്സരം ഇനി ഫൈനൽ മത്സരങ്ങളായിരിക്കാം. ഒരുപക്ഷെ ഈ മാറുന്ന മത്സരങ്ങൾക്ക് ഈ വേദി സാക്ഷിയാകുന്നെങ്കിൽ ഹീറ്റ്സ് മത്സരങ്ങൾ മുൻപേ പോകുന്നത് കൊണ്ട് വള്ളംകളി ഒപ്പത്തിനൊപ്പം വന്ന് ഫിനിഷ് ചെയ്തെങ്കിൽ മാത്രമേ മത്സരമായിരിക്കുള്ളൂ. കഴിഞ്ഞ ചമ്പക്കര ജലോത്സവത്തിൽ അങ്ങനെയാണ് മത്സരങ്ങൾ അവസാനിച്ചതെങ്കിൽ ഇന്നലെ മറ്റ് കേരളത്തിലെ ജലോത്സവങ്ങൾ ദീപാറുന്നതാകണമെങ്കിൽ കാണികൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അവർ തുല്യശക്തികൾ ഒരുമിച്ച് തുഴഞ്ഞു വരുന്ന കാഴ്ചകൾ ഉണ്ടായിരിക്കണം. ആ മത്സരങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഇനി അതിന്റെ ബി ഗ്രേഡ് ചുള്ളൻ വള്ളങ്ങളുടെ 2ാം പാദ മത്സരങ്ങളിൽ ഹനുമാൻ നമ്പൂതിരിക്കലിന്റെ തീരത്ത് കൂടിയിരിക്കുന്ന ആയിരങ്ങൾക്ക് 10,000ങ്ങൾക്ക് ആവേശം നേടിക്കൊണ്ട് 3 ചുള്ളൻ വള്ളങ്ങളുടെ അല്ലെങ്കിൽ 3 ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഹനുമാൻ നമ്പർ 2 അരുൺ കുമാർ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ ശ്രീഭദ്രയുടെ ക്യാപ്റ്റൻ മണികണ്ഠനാണെങ്കിൽ വടക്കുന്നാഥന്റെ ക്യാപ്റ്റൻ കുഞ്ഞുമൊയ്തീനാണെങ്കിൽ അത് സൗഹാർദ്ദത്തിന്റെ പേര് കേട്ട സാംസ്കാരിക നഗരിയുടെ പേര് കേട്ട ഒരുമയുടെ സ്വരുമയുടെ ദേശസ്നേഹത്തിന്റെ ഐക്യത്തിന്റെ പേരും പെരുമയും ലോകമെമ്പാടും വിളിച്ചറിയുന്ന സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിന്റെ പേരും പെരുമയും പുലികളിയുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂരിന്റെ ചരിത്ര പാരമ്പര്യത്തെ വിളിച്ചോറിക്കൊണ്ടാണ് ഇന്ന് അവിട്ടം ജലോത്സവം ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഹനുമാനും ശ്രീഭദ്രയും വടക്കുന്നാഥനും മത്സരിച്ച് വരുമ്പോൾ ജയത്തിൽ ആര് മുൻപിൽ വന്നാലും തോർത്ത് വീശി വള്ളത്തിൽ നിൽക്കുന്നവർ, പാലത്ത് നിൽക്കുന്നവർ, കരയ്ക്ക് നിൽക്കുന്നവർ, കാണികൾ ആ വാഹനങ്ങളൊന്ന് വേഗത കുറച്ച് ഈ വിസ്മയ കാഴ്ച ആംബുലൻസ് പോലും വേഗത കുറച്ച് പോവുകയാണ് ഈ വിസ്മയ കാഴ്ച കാണുവാൻ. എത്രയോ മനോഹരത കണ്ടില്ലേ? ഇങ്ങെത്തിക്കഴിഞ്ഞിരിക്കുന്നു ഹനുമാനും ശ്രീഭദ്രയും വടക്കുന്നാഥനും. ശ്രീഭദ്ര തന്നെയാണോ ഭദ്ര മുന്നിൽ? എനിക്ക് സംശയമുണ്ട്. അത് വടക്കുന്നാഥനാണോ? അല്ല, 3 വള്ളങ്ങളും ഇത്രയും നേരം ഈ കനാടിക്കായലിൽ കാഴ്ചവെച്ച മത്സരമല്ല ഇവിടെ നടക്കുന്നത്. ദീപാറുന്ന മത്സരത്തിനാണ് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത്. ഒപ്പത്തിനൊപ്പം ഒരു ചരട് കെട്ടിപ്പിടിച്ച വര പോലെ അത് ശ്രീഭദ്രയും വടക്കുന്നാഥനും തമ്മിലുള്ള കുനിഞ്ഞ് മുന്നേറുന്ന സമുദ്രമാണ്. ഇതാ ശ്രീഭദ്ര അല്ല വടക്കുന്നാഥൻ, ശ്രീഭദ്രയും വടക്കുന്നാഥനും 1ാം ട്രാക്കിലെ ഹനുമാൻ അല്പം പിൻപിലായെങ്കിലേ ഭദ്ര മുൻപോട്ട് പാഞ്ഞു കുതിച്ചു പറ്റി. എന്നാലും ഇതാ ഭദ്ര എന്ന് 39ാം നമ്പർ വള്ളം ഭദ്ര ശ്രീഭദ്ര അല്ല വടക്കുന്നാഥനും ശ്രീഭദ്രയും കുതിച്ചു വായും ഓടിവാ ശാന്തകുന്തലുവാ നീട്ടിവാ നീട്ടി കുത്തിവാ ഇടിച്ചു വെളിഞ്ഞുവാ വലിച്ചുവാ ഓടിവാ ഇനി ഫിനിഷിംഗ് പോയിന്റിലേക്ക്. ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുനിച്ചു കുത്തി ഭദ്ര ഭദ്രയും വടക്കുന്നാഥനും. അയ്യോ അമ്മോ, എന്തൊരു മത്സരമാണ്! ആര് തുടമുക്കി ജഡ്ജി പറയണം. അത്ര വാശിയുടെ ഈ മത്സരമാണ്. ഇതാണ് മത്സരം. അങ്ങനെയാണ് വേണ്ടത്. കാരണം സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ചേട്ടൻ അനുജനൊക്കെ പോലും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൃക്സാക്ഷി വിവരണം പറയുന്നവരെ അതൊന്നും ബാധിക്കാൻ പാടില്ല. അതങ്ങനെ നടക്കും. പക്ഷെ ഒരു പ്രാർത്ഥനയുള്ളത്, ഏത് വള്ളത്തിനാണെങ്കിലും ഏത് വ്യക്തികൾക്കാണെങ്കിലും പ്രത്യേകത്തിന് പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം. EMS പുത്തൻപറമ്പിൽ ചെറിയ പണ്ഡിതൻ, നിങ്ങളൊന്ന് നോക്കിക്കേ എന്ന് പ്രിയപ്പെട്ടവരെ. എന്തൊരു മത്സരമാണ്! കട്ടിയായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് ബി ഗ്രേഡിന്റെ 2ാമത് വളരെ മനോഹരമായ 3ാമത് ഹിറ്റ്സ് മത്സരം GMSഉം പുത്തൻപറമ്പിലും ചെറിയ പണ്ഡിതനും തമ്മിലുള്ള മത്സരത്തിൽ വളരെ മനോഹരമായി പുത്തൻപറമ്പിലും അതോടൊപ്പം തന്നെ ചെറിയ പണ്ഡിതന് GMS എന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല. പക്ഷേ എങ്കിലും ഉജ്ജ്വലമായ ഒരു പ്രകടനം. എന്റെ കാണികളെ ഒന്ന് കൈയടിക്ക്, ഒന്ന് ആവേശം കൊടുക്ക്. എന്തൊരു മത്സരമാണ്! ദീപാറുന്ന മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബി ഗ്രേഡ് ഇരുട്ടുകുത്തി വിഭാഗത്തിലെ വള്ളങ്ങൾ കുതിച്ചു പാഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കീറിമുറിച്ചുകൊണ്ട് ഇരുട്ടിനെ കീറിമുറിക്കുന്ന ഇരുട്ടുകുത്തി വിഭാഗത്തിലെ വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് അങ്ങനെ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട
ഇരുടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിലെ വിജയികളെ ലിസ്റ്റ് വായിക്കുകയാണ്. ഒന്നാമത്തെ ഹിറ്റ്സിലെ വിജയി താണിയൻ, രണ്ടാമത്തെ ഹിറ്റ്സിലെ വിജയി തുരുത്തിപ്പുറം, മൂന്നാമത്തെ ഹിറ്റ്സിലെ വിജയി ശരവണൻ. ഈ വള്ളങ്ങൾ ഫൈനൽ മത്സരത്തിന് വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചെല്ലണം. ചുണ്ടന്റെ ഹിറ്റ്സിലെ മഹാദേവൻ, പുളിങ്കുന്ന് ഈ വള്ളങ്ങളും അടുത്ത ലൂസേഴ്സിന് വേണ്ടി സെന്റ് ജോസഫും തെക്കാട്ട് വള്ളവും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചെല്ലണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുക. ഇതോടൊപ്പം പാലത്തിന്റെ കാലിൽ നിന്ന് മത്സരം കാണുന്ന പ്രിയപ്പെട്ടവര് അവിടെ നിന്നൊന്ന് മാറി ഇത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീ മുരുകനും മയിൽവാഹനനും തമ്മിലുള്ള മനോഹരമായ ഒരു മത്സരം നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നു. ആവേശകരമായ ഒരു മത്സരമാണ്. മയിൽവാഹനനും ശ്രീ മുരുകനും തമ്മിലുള്ള മത്സരം ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുമ്പോൾ ഒരു അട്ടിമറി വിജയത്തിന് വേണ്ടി ശ്രീ മുരുകൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാടൂരത്തെ പ്രമുഖരായ തുടക്കാർ പറയുന്ന നമ്മുടെ മയിൽവാഹനൻ അങ്ങനെ കുതിച്ച് ചാടി അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക എന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. വളരെ മനോഹരമായ ഒരു മത്സരമാണ്, ഉജ്ജ്വലമായ ഒരു മത്സരമാണ്. ഏതായാലും ഈ കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം. ഗിരിഗിരി സാറിന്റെ ചരിത്രം മുതൽ കമന്റേറ്റർമാരുടെ ഒരു ചരിത്രം, അപ്പൊ നമുക്ക് നല്ല അഭിമാനം തോന്നി. ഗിരിഗിരി സാറ് നല്ല വ്യക്തിയാണ്, നല്ല കമന്റേറ്ററാണ്. ഓക്കെ, ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നു. ഇതിന് തൊട്ടടുത്ത ദിവസം ഞങ്ങള് മലയാള മനോരമയുടെ കൊച്ചി എഡിഷനിൽ ഗോതിരത്ത് ജലോത്സവം മുതലുള്ള ജലോത്സവങ്ങളെ കുറിച്ച്, തുരുത്തിപ്പുറം വള്ളത്തെ കുറിച്ചൊക്കെ കൊടുത്തിരിക്കുക. ഞങ്ങളൊക്കെ താമസിക്കുന്നത് കരൂപ്പടലയിലും കൊടുങ്ങല്ലൂരും ഈ തൃശ്ശൂർ ജില്ലയിലാണ്. തീർച്ചയായും നമ്മുടെ പത്രമാധ്യമങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മലയാള മനോരമയുടെയും ഇവിടെ നമ്മുടെ മനോരമയുടെ ഹുസൈൻ ചേട്ടനുണ്ട്, മാതൃഭൂമിയുടെ ശശിധരനുണ്ട്, ദേശാഭിമാനിയുടെ അംബാസന്തിക്കാടുണ്ട്, ജനയുഗത്തിന്റെ KO ജോസ് ഉണ്ട്, മെട്രോ വാർത്തയുടെ PJ പുത്തൻപീടികയുണ്ട്, കേരള കൗമുദിയുടെ സുബ്രഹ്മണ്യൻ ഇരിപ്പുളശ്ശേരിയുണ്ട്.